ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ധർമ്മസ്ഥലയിൽ തുടരും. ആദ്യ 2 ദിവസത്തെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള 5 സ്പോട്ടുകളിലെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. ഇനി 8 സ്പോട്ടുകൾ കൂടി ഇവിടെയുണ്ട്. റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ സ്പോട്ടുകൾ ഉൾപ്പെടെ ഇന്ന് പരിശോധിക്കും. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മുഹമ്മദ് റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ 2 ദിവസത്തെ തെരച്ചിലിൽ തെളിവ് ശേഖരണം അതുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് എങ്ങനെയായിരിക്കും പരിശോധന? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ആദ്യ 2 ദിവസത്തെ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും 3-ാം ദിവസവും സമാനമായ രീതിയിൽ തന്നെ പരിശോധന നടത്താനാണ് SITയുടെ നീക്കം. ഇന്നലെ വൈകിട്ട് DGP പ്രണബ് മൊഹന്തി അടക്കം സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം SIT സംഘം ഇപ്പോഴും ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയിൽ പൂർണ്ണമായൊരു അന്വേഷണം, അത് വ്യക്തമായ സുതാര്യമായൊരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ 4 സ്പോട്ടുകളാണ് പരിശോധിച്ചത്. അങ്ങനെ ആകെ 5 സ്പോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇനിയും 8 സ്പോട്ടുകൾ ഈ നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുണ്ട്. ഇനി വരുന്ന സ്പോട്ടുകളിൽ പലതിലുമാണ് ഇയാൾ ഏറ്റവും കൂടുതൽ മൃതദേഹം കുഴിച്ചിട്ടുള്ളതായി നേരത്തെ മൊഴി നൽകിയിട്ടുള്ളത്. പലയിടത്തും 8ഉം 9ഉം മൃതദേഹം കുഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം മൊഴി നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനിയുള്ള ഓരോ സ്പോട്ടും ഏറെ നിർണായകമാണ്. അപ്പോൾ അവിടെയൊക്കെയും സമാനമായ രീതിയിൽ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് SIT സംഘത്തിൻ്റെ തീരുമാനം. മാത്രമല്ല, ഇനിയുള്ള പല സ്പോട്ടുകളും റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ പരിശോധിക്കുമ്പോൾ JCB അല്ലെങ്കിൽ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്നതും കുറച്ചുകൂടി താഴേക്ക് കുഴിയെടുത്ത് പരിശോധിക്കാൻ കഴിയും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. ഇന്നും പതിവ് പോലെ 11 മണിയോടെയൊക്കെ അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്താനാണ് നീക്കം. അപ്പോൾ ഒരു 4 സ്പോട്ടുകൾ അല്ലെങ്കിൽ 5 സ്പോട്ടുകളെങ്കിലും ഇന്ന് പരിശോധിക്കും. കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സമാനമായി ഒരേ സമയത്ത് തന്നെ കൂടുതൽ സ്പോട്ടുകൾ പരിശോധിക്കുക എന്നുള്ളൊരു തീരുമാനം കൂടി SITയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും SIT ഇപ്പോഴും ശുചീകരണ തൊഴിലാളിയുടെ മൊഴി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയുള്ള സ്പോട്ടുകൾ ഏറെ നിർണായകമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. ഉന്മേഷ്, റഹീസ്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാര്യമായിട്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. വലിയൊരു പ്രളയം കഴിഞ്ഞ ഇടമാണ്, അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കാം. ആ രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമാകുന്നു ഇന്നത്തെ തെളിവെടുപ്പ്. അതെ, ഇന്നത്തെ തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം ഒന്നും ലഭിക്കാതെ വന്നതോടുകൂടി ശുചീകരണ തൊഴിലാളിയുടെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിൽ പല പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു വലിയ ക്യാമ്പയിനുമുണ്ട്. അപ്പോൾ പക്ഷേ അതൊരു സത്യാവസ്ഥയാണ്. അവിടെയുള്ള ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ എല്ലാ മഴക്കാലത്തും ഇങ്ങനെ വെള്ളം കയറാറുള്ള പ്രദേശമാണ്. 2018 പ്രളയത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ സ്നാനഘട്ടത്തിൻ്റെ ഇന്റർലോക്ക് അടക്കം പൂർണ്ണമായും ഒലിച്ചുപോയി. ഏതാണ്ട് റോഡിനോട് ചേർന്നുള്ള രീതിയിൽ വലിയ പൊക്കത്തിലൊക്കെ വെള്ളം കയറിയ സ്ഥലമാണ്. അപ്പോൾ അത്രയും അധികം മണ്ണ് അവിടെ നിന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല, ഈ പുഴയോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് ഊറ്റുമുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം നേരത്തെ ഇടിഞ്ഞു വീണതാണ് എന്നുള്ളൊരു വിശദീകരണമൊക്കെ പലരും നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ജോഗ്രഫിക്കൽ ഡിഫറൻസുകൾ ഉണ്ടായിട്ടുള്ള, ആ പ്രദേശത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കുഴിച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ശുചീകരണ തൊഴിലാളി ചെയ്തത് താൻ എന്തൊക്കെ കുഴിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി മാർക്ക് ചെയ്ത് നൽകുകയാണ് ചെയ്തത്. ഈ സ്പോട്ട് 13 പരിശോധിച്ച ശേഷം മാത്രമേ ആദ്യം മാർക്ക് ചെയ്ത ഇടങ്ങളിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനിയും ഇദ്ദേഹം കാട്ടിക്കൊടുക്കാനുള്ള പല സ്പോട്ടുകളുമുണ്ട്. സ്പോട്ട് മാർക്കിംഗ് കഴിഞ്ഞിട്ടില്ല. ഇതിലും വലിയ രീതിയിൽ മൃതദേഹം മറവ് ചെയ്തു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന സ്ഥലങ്ങൾ ഇനിയും അദ്ദേഹം കാട്ടിക്കൊടുത്തിട്ടില്ല. 1-2 സ്പോട്ടുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ അതിൻ്റെ ചില നിയമ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അവിടെ പരിശോധന
പരിശോധന നടത്തുന്നതിൽ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലും ഇതങ്ങനെ തള്ളിക്കളയാനായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആദ്യ 2 ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, 5 സ്പോട്ടുകളിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും അത്തരത്തിലൊരു ആശങ്ക അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മൊഴിയിലൊരു വിശ്വാസക്കുറവ് എന്നുള്ള തരത്തിലൊക്കെ പ്രചരിക്കുന്നെങ്കിലും നിലവിൽ SIT സംഘം പ്രധാനമായിട്ടും DGP അടക്കം പറയുന്നത് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങ് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ മാത്രമേ ഇയാളെ തള്ളുകയോ കൊള്ളുകയോ ഒക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയും SITയുടെ അന്വേഷണം പതിവ് പോലെ തന്നെ നടക്കും. അവരുടെ സെയിം പ്രോസസ്സിൽ സെയിം പ്രൊസീജിയറിൽ തന്നെ നടക്കും. സ്മിത, ശരി. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന ഇന്നും തുടരും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.